കഴിഞ്ഞ ദിവസം അപ്പൊ ചെയ്ത ടി കോഡ് ഇതായിരുന്നു. F-02 F-02 മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സൈഡിൽ വേറൊരു ടി കോഡ് കൂടി കിടപ്പുണ്ടായിരുന്നു, FB50. അതിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ F-02 യൂസ് ചെയ്യുന്നത് കമ്പനിയിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ടായിരുന്നു. ഓരോ ജേണൽ എൻട്രികൾ റെക്കോർഡ് ചെയ്യാം. അതായത് ഏത് ഡേറ്റിലാണ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇന്നലെ തന്ന PDF ആകെ 2 ജേണൽ എൻട്രി മാത്രമേ അതിൽ റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഒന്നൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ, ഒരു ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. പിന്നെ സാലറിയുടെ പേയ്മെന്റ് ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഞാൻ വീണ്ടും അതിപ്പോ ചെയ്യുന്നില്ല. സ്ക്രീൻഷോട്ട് വെച്ചിട്ട് പോവാം. അതായത് ഇവിടെ കഴിഞ്ഞ ദിവസം ചെയ്തത്, ഡേറ്റ് ആദ്യം കൊടുക്കുക. ഡേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ താഴെ ഫസ്റ്റ് ലൈൻ ഐറ്റം എന്നുള്ള ഒരു ഏരിയ കിടപ്പുണ്ടാവും. ഫസ്റ്റ് ലൈൻ ഐറ്റത്തില് പോസ്റ്റിംഗ് കീ 40 എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. 40 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പോസ്റ്റിംഗ് കീ 40 ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ആയ ക്യാഷിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ അക്കൗണ്ടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് എന്റർ കീ പ്രസ് ചെയ്യാം. എന്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിലേക്ക് വരും. അവിടെ എത്ര രൂപയാണ് ക്യാഷിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത് ആ എമൗണ്ട് കൊടുക്കുക. നറേഷൻ എത്രയാണ് എന്താണെന്നുള്ളത് ടെക്സ്റ്റ് എന്നുള്ള ഏരിയയിൽ കൊടുക്കുക. ഇനി നെക്സ്റ്റ് ലൈൻ ഐറ്റത്തിലാണ് പോസ്റ്റിംഗ് കീ 50 കൊടുക്കുന്നത്. പോസ്റ്റിംഗ് കീ 50 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്പെസിഫൈ ചെയ്യുന്ന അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അതായത് ഡെബിറ്റ് എന്ന് പറയുന്നത് 40, ക്രെഡിറ്റ് എന്ന് പറയുന്നത് 50 ആണ്. അത് കഴിഞ്ഞ് എന്റർ കീ പ്രസ് ചെയ്ത് എമൗണ്ട് വീണ്ടും ടൈപ്പ് ചെയ്യുന്നതിന് പകരം സ്റ്റാറും പ്ലസും ടൈപ്പ് ചെയ്താൽ മതി. അതായത് ഇവിടെ സ്റ്റാറും താഴെ പ്ലസും എന്റർ ചെയ്യാം. അപ്പോ തൊട്ട് മുമ്പ് ടൈപ്പ് ചെയ്ത എമൗണ്ടും നറേഷനും ഇവിടേക്കും കൂടി കോപ്പി പേസ്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് സ്ക്രീൻ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ജേണൽ എൻട്രി അവിടെ റെക്കോർഡ് ആവും. ഇതേപോലെ തന്നെ ബാക്കി എത്ര ജേണൽ എൻട്രി ഉണ്ടെങ്കിലും നമ്മൾക്ക് ഈ സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതുവരെയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ചെയ്തത്. ഓക്കെ, നമ്മളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇതേ സെയിം ട്രാൻസാക്ഷൻ തന്നെ നമുക്ക് FB50 എന്നുള്ള ടി കോഡ് വെച്ചിട്ടും റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. Okay, so recording transaction using FB50. ഓക്കെ, അപ്പോ FB50 വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് സെയിം ട്രാൻസാക്ഷൻ തന്നെ റെക്കോർഡ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു ക്യാപിറ്റൽ ഇൻട്രൊഡക്ഷൻ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു എക്സ്പെൻസിന്റെ പേയ്മെന്റ്. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ബൈ ക്യാഷ് 10 lakh. ഇനി സാലറി പേ ചെയ്തത് 10,000. ഇതാണ് ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് FB50 എന്നുള്ള ടി കോഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, ചില സമയത്ത് നമ്മളോട് ആദ്യം തന്നെ കമ്പനി കോഡ് ചോദിക്കും. അപ്പൊ നമ്മളുടെ കമ്പനി കോഡ് ഏതാന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടാറ്റ മോട്ടേഴ്സ് എന്നുള്ളതാണ് എന്റെ കമ്പനി കോഡ്. അപ്പോൾ ആ കമ്പനി കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, കമ്പനി കോഡ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനി കോഡ് കൊടുക്കുക. ഇതായിരുന്നു ശരിക്കും പറഞ്ഞ FB50 വിൻഡോ. ഇനി ഇവിടെ ഏത് ഡേറ്റിലാണ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ഒരു നറേഷനും കൊടുക്കുക ഡോക്യുമെന്റിന്റെ ഹെഡർ ആയിട്ട്. ഇനി GL അക്കൗണ്ട് സ്പേസിൽ
ഓക്കെ, നമ്മുടെ ലെഡ്ജർ അക്കൗണ്ടിന് ഇങ്ങനെ സെർച്ച് ചെയ്ത് വെക്കാം. അതായത് ഇവിടെ GL അക്കൗണ്ടിന് എത്തുമ്പോൾ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുന്ന എങ്ങനെയാന്ന് കഴിഞ്ഞ ദിവസം നിങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പൊ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പൊ ആദ്യം ഡെബിറ്റ് വരുന്ന ലെഡ്ജറിനെ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ D/C എന്നുള്ളൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അവിടെ ഡെബിറ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. എമൗണ്ടിന്റെ അവിടെ എത്രയാണ് എമൗണ്ട്? 10 ലക്ഷം, 1000, 10,000, lakh, 10 lakh. ഓക്കെ, 10 ലക്ഷം കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ ക്രെഡിറ്റ് വരുന്ന അക്കൗണ്ട് ക്യാപിറ്റലാണ്, അതും ഒന്ന് സെർച്ച് ചെയ്തിട്ട് ക്യാപിറ്റൽ. ഓക്കെ, ഇനി ഇതിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ നറേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ വിൻഡോ കുറച്ച് നീങ്ങിയിട്ടാണ്. അതായത് ആദ്യം സ്പെസിഫൈ അക്കൗണ്ട്സ് ആൻഡ് amount along with debit. ഓക്കെ, അതായത് ഇവിടെ ക്യാഷ് ഡെബിറ്റും ക്യാപിറ്റല് ക്രെഡിറ്റുമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ക്യാഷിന് നേർക്ക് ഡെബിറ്റ് എന്നും ക്യാപിറ്റലിന് നേർക്ക് ക്രെഡിറ്റ് എന്നും പറഞ്ഞ് ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നറേഷൻ നമുക്കൊന്ന് ആഡ് ചെയ്യണം. നറേഷൻ ആഡ് ചെയ്യാനായിട്ട് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് എന്നുള്ള ഏരിയ കാണാൻ പറ്റും. അവിടെയാണ് നറേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, സ്ക്രോൾ ടു ദ റൈറ്റ് ആൻഡ് സ്പെസിഫൈ ദ നറേഷൻ. ഓക്കെ, റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നറേഷൻ കൊടുക്കുക. അതായത് ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യണം, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് സ്ക്രീൻ സേവ് ചെയ്യുക. ഓക്കെ, സ്ക്രീൻ സേവ് ചെയ്യാനായിട്ട് ഇവിടെ സേവ് എന്നുള്ള അല്ലെങ്കിൽ പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കോർഡിംഗ് ഫീൽഡ് റെഫറൻസ് നമ്പർ. ഓക്കെ, ആരോ ഫീൽഡ് സ്റ്റാറ്റസ് സെറ്റിംഗിൽ റെഫറൻസ് നമ്പർ എന്നുള്ളത് റിക്വയർഡ് ആക്കിയിട്ടുണ്ട് ഫീൽഡ് സെറ്റിംഗ്. അതുകൊണ്ട് അത് എന്തെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് ചെയ്യാനായിട്ട് സിസ്റ്റം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ആ ഫീൽഡ് സ്റ്റാറ്റസിൽ പോയിട്ട് അത് ഓപ്ഷണൽ ആക്കിയിടാം. ആരും അത് റിക്വയർഡ് ആക്കിയിട്ടുള്ളതുകൊണ്ടാണ് ആ പ്രശ്നം. ഒന്ന് മാറ്റി ഓപ്ഷണൽ ആക്കുക. ഇപ്പൊ തൽക്കാലം റെഫറൻസ് നമ്പർ ആയതുകൊണ്ട് അതിന്റെ അകത്ത് ഒരു നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് സേവ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം ഐറ്റം കാറ്റഗറി എന്നുള്ളൊരു എററാണ്. ഓക്കെ, ഈ ഇപ്പൊ വന്ന എറർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐറ്റം കാറ്റഗറി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ കമ്പനിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു എററാണ്. ഇങ്ങനെയുള്ള എറർ നമുക്ക് ഇടക്കിടക്ക് SAP പഠിക്കുന്ന സമയത്ത്, അത് നിങ്ങൾ എവിടെ പോയിട്ട് SAP പഠിക്കുകയാണെങ്കിലും ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെർവർ നമ്മൾ മാത്രമല്ല വേറെ പല ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരും ഇതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സെർവറിൽ കുറെ വ്യത്യാസങ്ങൾ ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം. അതായത് ഇപ്പൊ നമ്മുടെ ഈ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ സെർവറിൽ ആരോ ഒരാൾ ഡോക്യുമെന്റ് സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സെറ്റിംഗ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ സിസ്റ്റം ഇങ്ങനെ ഒരു എറർ വന്നിട്ടുള്ളത്. തൽക്കാലം നമുക്കത് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം. അത് ഓഫ് ചെയ്തിടാനായിട്ട് ജസ്റ്റ് ഈ ഒരു ഡോക്യുമെന്റ് സ്പ്ലിറ്റിംഗിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ആക്ടിവേറ്റ് ഡോക്യുമെന്റ് സ്പ്ലിറ്റിംഗ് ഉണ്ട്. ഇതിപ്പോ നിങ്ങൾ ചെയ്യണം എന്നില്ല. അതായത് ഇത് ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് സോൾവ് ചെയ്ത് തരാം. ഇങ്ങനെയും അതായത് ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ട്. അത് പക്ഷേ ഈ ഒരു സെർവറായിട്ട് കുറെ നാൾ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ എറർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇതിന്റെ പ്രശ്നം കൊണ്ടാണ്.
അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള എറർ വരുമ്പോൾ ജസ്റ്റ് ആ ഒരു എറർ കോഡ് വെച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന് സൊല്യൂഷൻ കിട്ടും. അതായത് ഇപ്പൊ നമ്മളുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല നമ്മൾക്ക് SAP എറർ വരുന്നത്, വേറെ ആരെങ്കിലും എന്തെങ്കിലും സെറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ തന്നെ പ്രശ്നം വരും. SAP ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എററിന് സൊല്യൂഷൻ കിട്ടും. ഇപ്പൊ തൽക്കാലം ആ ഒരു എറർ ഞാനിപ്പോ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ വീണ്ടും ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. FB50 നറേഷൻ കൊടുത്തു. നറേഷൻ കൊടുത്തു. ഓക്കെ, ഇനി സേവ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ടു പോസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കിവിടെ ഡോക്യുമെന്റ് 2 എന്നുള്ള റിസൾട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഞാൻ ഈ കമ്പനിയിൽ ഇന്നലെ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തു, പിന്നെ ഇത് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ, അതുകൊണ്ടാണ് ഡോക്യുമെന്റ് 2 എന്ന് പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 3 എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഇന്നലെ 2 റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഒരു 3 എന്ന് പറഞ്ഞായിരിക്കും. ഓക്കെ, അപ്പോൾ ഡോക്യുമെന്റ് 2 നമ്മളിപ്പോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്ക്രീൻ സേവ് ചെയ്ത്. വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ടെക്നിക്കൽ ഇഷ്യൂ ആണ്, സെർവറിന്റെ കുഴപ്പം കൊണ്ട്. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ പോയി സോൾവ് ചെയ്യാം ആ ഒരു റെക്കോർഡ് വെച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളിപ്പോ F-02 പറഞ്ഞു, FB50 എന്നുള്ള 2 T കോഡിലും ജേണൽ എൻട്രി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്ത ജേണൽ എൻട്രി തന്നെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതിനാണ് ഡിസ്പ്ലേ ഓർ ചേഞ്ച് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതിനും SAP-യിൽ ഒരു T കോഡായിട്ടാണ് എഴുതുന്നത്. ഓക്കെ, ഇപ്പോ FB02 ഉണ്ട്, FB03 ഉണ്ട്. 02 എന്ന് പറയുന്നത് ചേഞ്ചും 03 എന്ന് പറയുന്നത് ഡിസ്പ്ലേയും. അതെല്ലാത്തിലും അങ്ങനെയാണ്. അതായത് ഇങ്ങനെ കുറെ T കോഡുകൾ 02യും 03 ഒക്കെ വെച്ച് കോമ്പിനേഷനിൽ വരും. 02 ചേഞ്ചും 03 ഡിസ്പ്ലേയുമാണ്. അപ്പൊ ഇതാണ് ചേഞ്ച് അല്ലെങ്കിൽ ഡിസ്പ്ലേ. രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് FB02 ആണ്. ഇവിടെ നിൽക്കുമ്പോൾ /n FB03 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ വരും. ടൈറ്റിൽ ഏകദേശം സെയിം തന്നെയുണ്ട്, സ്ക്രീൻ വ്യത്യാസമൊന്നുമില്ല. ഇനി ഇവിടെ വേണമെങ്കിൽ ഡോക്യുമെന്റിൽ പോയിട്ട് അല്ലെങ്കിൽ 02 നോക്കട്ടെ, /FB02. ചില സെർവറിൽ ഇവിടെ ഡിസ്പ്ലേ ഓർ ചേഞ്ച് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലിപ്പോ ഈ സെർവറിൽ ഇതിപ്പോ ഡീആക്ടിവേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസേബിൾ ആയിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ചിലതിൽ ഈ T കോഡ് ടൈപ്പ് ചെയ്യാതെ ഈ മെനു ബാറിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾക്കുള്ള സെർവറിൽ നിന്ന് അങ്ങനെ പറ്റുന്നില്ല, ഡിസേബിൾ ആയിട്ട് കിടക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഡോക്യുമെന്റ് ചേഞ്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളും ഈ ഒരു വിൻഡോയിൽ ഒന്ന് വന്ന് നോക്കാം. ഇതില് ആകെ ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ ഡോക്യുമെന്റ് സേവ് ചെയ്യുമ്പോൾ താഴെ ഒരു നമ്പർ വരും, ഡോക്യുമെന്റ് 1 സേവ്, ഡോക്യുമെന്റ് 2 സേവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഡോക്യുമെന്റ് നമ്പർ 2 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ചെയ്യേണ്ടത് സ്പെസിഫൈ യുവർ ഡോക്യുമെന്റ് നമ്പർ ആൻഡ് പ്രസ് എന്റർ. അതായത് ഡോക്യുമെന്റ് നമ്പർ കൊടുക്കുക, പിന്നെ കമ്പനി കോഡ് അത് കൊടുക്കണം. ഡോക്യുമെന്റ് നമ്പർ, കമ്പനി കോഡ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എന്റർ കീ പ്രസ് ചെയ്യാം. നമ്മളുടെ ജേണൽ എൻട്രി ഇങ്ങനെ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്ത ജേണൽ എൻട്രി. ക്യാഷ് ഡെബിറ്റും ക്യാപിറ്റല് ക്രെഡിറ്റുമാണ്. അങ്ങനെ ജേണൽ എൻട്രി വൈസ് ഉള്ള ഒരു റിപ്പോർട്ടായിരിക്കും ഇതിൽ കാണുന്നത്. പിന്നെ SAP-യിൽ ഡെബിറ്റ് എമൗണ്ട് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടും ക്രെഡിറ്റ് എമൗണ്ട് ആണെങ്കിൽ നെഗറ്റീവ് ഒരു സിമ്പല്, അതിന് ഒരു വാല്യൂ കഴിഞ്ഞിട്ട് കാണാൻ പറ്റും. ഈ രീതിയിലാണ് SAP-യുടെ ഒരു സ്ക്രീൻ. അപ്പൊ ഇതാണ് ചേഞ്ച് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അങ്ങനെ നമ്മളിപ്പോ ഡോക്യുമെന്റ് ചേഞ്ച് ചെയ്ത് നോക്കി. ഇനിയിപ്പോ ഇത് ചേഞ്ച് ഡോക്യുമെന്റ് എന്ന് പറയുകയാണെങ്കിലും നമുക്ക് ഈ ജേണൽ എൻട്രി ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതായത് അത് ചേഞ്ച് ചെയ്യാൻ പറ്റൂല, അക്കൗണ്ടുകൾ മാറ്റാൻ പറ്റൂല മറ്റു സോഫ്റ്റ്വെയറിലൊക്കെ പോയി. ഇപ്പൊ ടാലിയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ക്യാഷ് എന്നുള്ള അക്കൗണ്ട് മാറ്റി വേറെ ഏതെങ്കിലും ബാങ്ക് ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം. പക്ഷെ SAP-യിൽ അതേപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ആകെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ബാക്കിയുള്ള ഡിസ്പ്ലേ മോഡിലായിരിക്കും. എമൗണ്ട് മാറ്റാൻ പറ്റില്ല, അക്കൗണ്ട് കോഡ് മാറ്റാൻ പറ്റില്ല, ബാക്ക് സ്പേസ് ആകെ മാറ്റാൻ പറ്റുന്നത് ഈ നറേഷൻ മാത്രമേ. അതിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതാണ് SAP-യുടെ ഒരു പ്രശ്നം. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് എന്ന് തന്നെ സെർവറിൽ കിടക്കും. ഇനി അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കറക്ഷൻ ചെയ്തു എന്നുള്ള രീതിയിലും സെർവറിൽ അവിടെ കിടക്കും. സാധാരണ സോഫ്റ്റ്വെയറിൽ പോലെ എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു സെക്യൂരിറ്റി ഫീച്ചർ. നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അവിടെ തന്നെ കിടക്കും, നിങ്ങൾ ചെയ്തൊരു മിസ്റ്റേക്ക് ആണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്ത് നമ്മളത് ഡിസ്പ്ലേ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് നോക്കി. ഈ FP03 ചെയ്യുന്ന പോലെ തന്നെയാണ് FP02 ചെയ്യുന്നത്, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്കിനി നെക്സ്റ്റ് നോക്കേണ്ടത് ഈ ഒരു റിപ്പോർട്ടാണ്. പുറത്ത് മഴയുണ്ട്, ഇപ്പൊ മഴയുണ്ട്, നല്ല മഴയുണ്ട്. ബസ്സിൽ വന്നപ്പോ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ കുറച്ച് ജേണൽ എൻട്രീസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി റെക്കോർഡ് ചെയ്ത ജേണൽ എൻട്രികളുടെ ഒരു സമ്മറി കാണണമെന്നുണ്ടെങ്കിലാണ് അതിനാണ് ഈ ഒരു GL അക്കൗണ്ട് ലൈൻ ഐറ്റം ഡിസ്പ്ലേ എന്ന് പറയുന്ന റിപ്പോർട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി SAP-യിൽ എല്ലാ കാര്യങ്ങളും കോഡിലാണ്. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ റിപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ 3001 എന്നുള്ള കോഡ് നമുക്ക് ആവശ്യമുണ്ട്. ക്യാഷിന്റെ റിപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ 2501 എന്നുള്ള കോഡ് വേണം. അത് ഓർത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. അതിനായിട്ട് ഇപ്പോ FBL3N എക്സിക്യൂട്ട് ചെയ്തു. ഇതാണ് FBL3N-ന്റെ വിൻഡോ. ഇവിടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ലെഡ്ജർ കോഡ്, ഏത് അക്കൗണ്ടിന്റെ റിപ്പോർട്ടാണ് കാണേണ്ടത് അതിന്റെ കോഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോ ക്യാഷിന്റെ അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ റിപ്പോർട്ടാണ് കാണേണ്ടതെങ്കിൽ ആ ഒരു അക്കൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, 3001. ഓക്കെ, അപ്പോ നമ്മളിവിടെ ജനറൽ ആയിട്ടുള്ള ഒരു സിംഗിൾ റിപ്പോർട്ട് എടുക്കണതാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇതിൽ കൊടുക്കേണ്ടത് സ്പെസിഫൈ യുവർ ലെഡ്ജർ കോഡ് ആൻഡ് ക്ലിക്ക് എക്സിക്യൂട്ട്. ലെഡ്ജർ കോഡ് കൊടുത്തിട്ട് ഇവിടെ എക്സിക്യൂട്ട് എന്നുള്ള ബട്ടൺ കിടപ്പുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതാണ് റിപ്പോർട്ട്. എല്ലാത്തിന്റെയും കൂടെ ഒരു സമ്മറി ആയിരിക്കും SAP-യിലെ ഈ ഒരു ലെഡ്ജർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ 2 ട്രാൻസാക്ഷൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് കഴിഞ്ഞ ദിവസം ചെയ്ത ട്രാൻസാക്ഷൻ ഓൾ വൺസ് 10,000. ഓക്കെ, കഴിഞ്ഞ ദിവസം 1000 എന്നുള്ള എമൗണ്ട് ആണ് റെക്കോർഡ് ആയത്. ഇന്നിപ്പോ 10 ലക്ഷം എന്നുള്ള എമൗണ്ട് റെക്കോർഡ് ആയിട്ടുണ്ട്. അപ്പൊ എമൗണ്ട് ടൈപ്പ് ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു എമൗണ്ട് ആയിരിക്കില്ല വരുന്നത്, 20 ലക്ഷം ആയിരിക്കും വരുന്നത്. ഓക്കെ, എന്തായാലും ഇങ്ങനെ റിപ്പോർട്ടിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും കാണുന്നത്. ഇനിയിപ്പോ ഈ എമൗണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ SAP-യിലുണ്ട്. പക്ഷെ ഇപ്പൊ തൽക്കാലം നമ്മൾ ആ ഒരു റിവേഴ്സൽ എന്നുള്ള കാര്യത്തിലേക്ക് പോകുന്നില്ല. തൽക്കാലം ഇതില് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സമ്മറി കാണാൻ പറ്റും. ആ ഒരു രീതിയിലൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതുവരെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആകെ എത്ര രൂപ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 10,01,000 രൂപയാണ് വന്നിട്ടുള്ളത്.
മിക്കവാറും കഴിഞ്ഞ ദിവസം ഈ ഒരു F-02 ഓക്കെ ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ 1000 ആണെന്ന് വിചാരിച്ചു. അതാണ് എന്റെ പ്രശ്നം. എമൗണ്ട് ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ 20 ലക്ഷം ഒരു എമൗണ്ട് കിട്ടും. നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത എമൗണ്ട് ഏതാണോ അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് ആയിരിക്കും ഉണ്ടാവും. അപ്പൊ ഇതാണ് FBL3N. ഇനി ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഇപ്പോൾ ഒരു ലെഡ്ജറിന്റെ റിപ്പോർട്ടല്ലേ കാണുന്നത്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ സമയം കുറെ ലെഡ്ജറിന്റെ റിപ്പോർട്ട് കാണുന്നത്. അപ്പൊ അതെങ്ങനെ കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സൈഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു GL അക്കൗണ്ട് കൊടുക്കുന്നതിന് പകരം ഇവിടെ മൾട്ടിപ്പിൾ സെലക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ടാവും. ഇവിടെ അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഏതൊക്കെ അക്കൗണ്ടിന് ഇപ്പൊ 2500 കാണണമെന്നുണ്ടെങ്കിൽ 2500, 3000 കാണണമെന്നുണ്ടെങ്കിൽ 3000, അങ്ങനെ ഏത് കോഡ് വേണമെങ്കിലും കൊടുക്കാം. അത് കൊടുത്തിട്ട് ഇവിടെ താഴെ കോപ്പി എന്നുള്ള ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ തൽക്കാലം 2500 എന്നുള്ള അക്കൗണ്ട് ഉണ്ട്. തൽക്കാലം നമുക്ക് ക്യാഷും ക്യാപിറ്റലും കാണാം. നമുക്ക് അതിന്റെ നമ്പർ 2501 ആണ്. അപ്പൊ 2501 3001 കോപ്പി ക്ലിക്ക് ചെയ്തു എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 ലെഡ്ജർ അക്കൗണ്ടും അറ്റ് എ ടൈം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് കൂടെ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പൊ FBL3N എന്നുള്ള റിപ്പോർട്ട് ഉണ്ട്. ഇനി നെക്സ്റ്റ് FS10N എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടും ഉണ്ട്. പക്ഷെ ആ ഒരു റിപ്പോർട്ട് ഇപ്പൊ ചില SAP സെർവറിൽ, അതായത് ഇപ്പം പുതിയ SAP സെർവറിലൊന്നും ആ T കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരാറില്ല. കാരണം നമുക്ക് കൂടുതൽ എല്ലാവരും ഇപ്പൊ FBL3N ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും സെയിം കാര്യം തന്നെ, ലെഡ്ജറിന്റെ ബാലൻസ് കാണാനായിട്ട്. അതായത് ഇപ്പൊ ഒരു ലെഡ്ജറിന്റെ കോഡ് കൊടുത്ത് എന്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും റിപ്പോർട്ട് കാണുന്നത്. ടോട്ടല് ഓരോ മാസത്തിലെ സമ്മറി കാണാൻ പറ്റും. അതായത് ഇപ്പോ രണ്ടാമത്തെ അക്കൗണ്ടിങ് പീരിയഡിലാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോ ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ്, അതാണ് 2 എന്ന് പറഞ്ഞ മാസം. രണ്ടാമത്തെ മാസത്തില് ഈ ഒരു അക്കൗണ്ടിന്റെ സമ്മറി എന്ന് പറയുന്നത് 1,00,000 അല്ലെങ്കിൽ 10,10,1000 രൂപയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് എമൗണ്ട് കാണുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പൊ കുറെ SAP സെർവറിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അത് ആഡ് ചെയ്യുന്നില്ല. നമുക്കിപ്പോ FBL3N മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, റിവേഴ്സ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് സംഭവിച്ച പോലെ ഈ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റി. ഇനി അതിനെ ക്യാൻസൽ ചെയ്യണം. അതിനെ SAP പറയുന്നത് റിവേഴ്സൽ എന്നാണ് പറയുന്നത്. അങ്ങനെ റിവേഴ്സൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും ഒരു T കോഡ് ഉണ്ട്. 2 T കോഡ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വലി റിവേഴ്സൽ ചെയ്യാനായിട്ട്, നെക്സ്റ്റ് ഒരേ സമയം കുറെ ജേണൽ എൻട്രികൾ നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനാണ് മാസ് റിവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇൻഡിവിജ്വൽ റിവേഴ്സൽ എന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ഇൻഡിവിജ്വൽ റിവേഴ്സൽ എന്ന് പറയുമ്പോൾ FB08 ഓക്കെ, ഇതാണ് FB08 വിൻഡോ. ഇനിയിപ്പോ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ഡോക്യുമെന്റ് 1 posted in your company. First capital introduction. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ എല്ലാവരും ഒരു ആദ്യത്തെ ഡോക്യുമെന്റ് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്ത ട്രാൻസാക്ഷൻ ഒന്ന്
റിവേഴ്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ ഡോക്യുമെന്റ് റിവേഴ്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് ഡോക്യുമെന്റിനെയാണ് ക്യാൻസൽ ചെയ്യേണ്ടത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോ ഡോക്യുമെന്റ് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പോയ FBL3N പോയി അക്കൗണ്ട് എടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തെറ്റായ ജേണൽ എൻട്രി ഏതാണ്. അതായത് ഇവിടെ ഇപ്പോ ഈ ഡോക്യുമെന്റ് 1 ആണ് തെറ്റിപ്പോയത്. അപ്പോൾ ഡോക്യുമെന്റ് നമ്പർ ഇവിടെ സൈഡിൽ തന്നെ കാണാൻ പറ്റും. അത് നോക്കിയിട്ട് ഏതാണ് നമ്മുടെ മിസ്റ്റേക്ക് ഉള്ള ഡോക്യുമെന്റ് എന്ന് നമുക്ക് തിരിച്ചറിയാം. അതായത് ഇപ്പോ എന്റെ സ്ക്രീനിൽ ഇപ്പൊ ഡോക്യുമെന്റ് 1 ആണ് മിസ്റ്റേക്ക് ഉള്ള ട്രാൻസാക്ഷൻ. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ ഡോക്യുമെന്റ് നമ്പർ 1 കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി സിസ്റ്റം തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും, നമ്മളുടെ കമ്പനി കോഡ് കാര്യങ്ങളും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം, കമ്പനി കോഡും വർഷവും. ഇനി ഇതിന്റെ കൂടെ ഒരു റിവേഴ്സൽ റീസണും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഡോക്യുമെന്റ് ക്യാൻസൽ ചെയ്യുന്നത്? ഓക്കെ, തൽക്കാലം റോങ് പോസ്റ്റിംഗ് എൻട്രി എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. ചെയ്തത് തെറ്റിപ്പോയി എന്നുള്ളൊരു റീസൺ ആണ് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം കൊടുക്കുക. ഇതിൽ ചെയ്യേണ്ടത് സ്പെസിഫൈ ഡോക്യുമെന്റ് നമ്പർ ആൻഡ് റിവേഴ്സൽ റീസൺ. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഡോക്യുമെന്റ് നമ്പർ, റിവേഴ്സൽ റീസൺ, കമ്പനി കോഡ്. ഓക്കെ, ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ പോസ്റ്റ് ബട്ടൺ ഉണ്ട്. ഓക്കെ, പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ താഴെ വരുന്ന മെസ്സേജ് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് പോസ്റ്റ് എന്നുള്ള മെസ്സേജ് ആയിരിക്കും. 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും റീസൺ കൊടുക്കാം. നമ്മൾ ഇതിപ്പോ തെറ്റായി പോയി എന്നുള്ള റീസൺ കൊടുക്കാം പോസ്റ്റിംഗ്. പിന്നെ ഈ റീസൺസ് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്തിടാം. അതായത് ഇപ്പൊ നമ്മളുടെ കമ്പനിക്ക് ഇപ്പോൾ വേണ്ടിയിട്ട് പല പല റീസൺസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടു. നിലവിൽ പി സെർവറിൽ 2 റീസൺ ഉള്ളൂ, അതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. സേവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡോക്യുമെന്റ് പോസ്റ്റഡ് ആവും. ഇനി നെക്സ്റ്റ് നൗ ചെക്ക് റിപ്പോർട്ട് FBL3N. ഇത് കഴിഞ്ഞിട്ട് FBL3N ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം റിസൾട്ട്, ആ ട്രാൻസാക്ഷൻ റിഫ്ലക്ട് ആയോ എന്നുള്ളത്. ഇവിടെ ഓൾറെഡി FBL3N എടുത്തിട്ടുണ്ട്. ഇവിടെ റിഫ്രഷ് എന്നുള്ള ഓപ്ഷൻ ചില വിൻഡോയിൽ ഉണ്ടാവും. ഓക്കെ, അതായത് ഇവിടെ കണ്ട മെനുന്ന് റിഫ്രഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതെടുത്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പുറകിലേക്ക് പോയിട്ട് വീണ്ടും ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ AB എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് 3യും ഇവിടെ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് SAP ഡിലീറ്റ് ആയാൽ കിടക്കുന്നത്. അതായത് നമ്മൾക്ക് കറക്റ്റ് തെറ്റായിട്ടുള്ളതും അവിടെ ഉണ്ടാവും. അതായത് ഒരു റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്ന കാര്യം നിങ്ങൾ പണ്ടെപ്പോഴെങ്കിലും അക്കൗണ്ടെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ഡെബിറ്റ് ഉള്ള ഒരു അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യാൻ നേരെ ക്രെഡിറ്റ് ചെയ്യാം, ക്രെഡിറ്റ് ഉള്ള അക്കൗണ്ടിനെ നേരെ ക്യാൻസൽ ചെയ്യാൻ ഡെബിറ്റ് ചെയ്യാം. ആ ഒരു ലോജിക്കാണ് SAP. അല്ലാതെ നമുക്ക് ടാലിയിലൊക്കെ ചെയ്യുന്ന പോലെ വെറുതെ പോയി ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ റെക്ടിഫിക്കേഷൻ എൻട്രി ഇട്ടിട്ട് നമുക്കൊരു ഡോക്യുമെന്റിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ആ ഒരു രീതിയിലായിരിക്കും ഇവിടെ റിപ്പോർട്ടിൽ വരുന്നത്. Can see the reversal. ഓക്കെ, ഇപ്പൊ റിവേഴ്സൽ ഡോക്യുമെന്റ് 3നെ അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെയാണ് മാസ് റിവേഴ്സൽ എന്ന് പറയുന്നത്.
ഈ മാസ് റിവേഴ്സൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ സമയം നമുക്ക് കുറെ ഡോക്യുമെന്റ്സ് ക്യാൻസൽ ചെയ്യാനുണ്ടെങ്കിൽ സ്ലാഷ് എഫ് ഓക്കെ. ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്യുമെന്റ് 1 to 100 റിവേഴ്സ് ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അതെല്ലാം കൂടി റിവേഴ്സലായി പൊക്കോളും. മറ്റേത് അറ്റ് എ ടൈം ഒരു ഡോക്യുമെന്റ് മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് കുറെ ഡോക്യുമെന്റുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ മാസ് റിവേഴ്സൽ എന്ന് പറഞ്ഞ ഈ ഒരു വിൻഡോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ തൽക്കാലം നമ്മൾ ഈ ഒരു കമ്പനിയിൽ ഒരുപാട് ട്രാൻസാക്ഷൻ ഒന്നും റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ മാസ് റിവേഴ്സൽ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ കുറച്ച് ട്രാൻസാക്ഷൻസ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് മാസ് റിവേഴ്സൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ആ ഡോക്യുമെന്റ് നമ്പർ അതായത് ഒരു സീരീസ് ആയിട്ട് കൊടുക്കുക. ഇനി സീരീസ് ആയിട്ട് കൊടുക്കേണ്ട ഇടയിലുള്ള നമ്പർ ഒക്കെ ആണെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഫസ്റ്റ് 1, പിന്നെ നെക്സ്റ്റ് ഡോക്യുമെന്റ് 6 റിവേഴ്സ് ചെയ്യണം, പിന്നെ 8, ആ രീതിയിലാണ് റിവേഴ്സ് ചെയ്യാനുള്ളതെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുത്തു പോവാം. ഇനി കണ്ടിന്യൂസ് ആയിട്ടാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ആദ്യമേ തന്നെ 1 to 100 എന്നുള്ള രീതിയിൽ കൊടുക്കാം. Specify ഓക്കെ. അപ്പൊ ഇതിപ്പോ ചെയ്ത് നോക്കണമെന്നില്ല മാസ് റിവേഴ്സൽ. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ പറഞ്ഞു പോകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് പാർക്ക് ഡോക്യുമെന്റ്, പിന്നെ ഹോൾഡ് ഡോക്യുമെന്റ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഫീച്ചറുകൾ നമുക്ക് SAP-യിൽ കിട്ടും. അതായത് ഇവിടെ പാർക്ക് ഡോക്യുമെന്റും ഹോൾഡ് ഡോക്യുമെന്റ് എന്നൊക്കെ പറയുന്നത് ഓക്കെ, അതായത് ഇപ്പൊ ഒരു ജേണൽ എൻട്രി ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിചാരിക്കുകയാണ്. ഇത് ഫിക്കോയില് അത്ര ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. നോക്കാം നമുക്ക് ക്യാഷ്. ഓക്കെ, വീണ്ടും ഞാനിവിടെ ക്യാഷിന് ഡെബിറ്റ് ചെയ്തു. ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോക്യുമെന്റ് ഹെഡർ ഒരു എമൗണ്ട് കൊടുത്തു. ഓക്കെ, നറേഷൻ വരെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ നിൽക്കുന്ന മൊമെന്റിൽ നെക്സ്റ്റ് വരുന്ന അക്കൗണ്ട് ഏതാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ, അതായത് ഇപ്പൊ നെക്സ്റ്റ് ക്യാപിറ്റൽ ആണോ റെന്റ് ആണോ ഏത് അക്കൗണ്ട് ആണെന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ഇതിപ്പോ സേവ് ചെയ്യാൻ നോക്കി കഴിയുമ്പോൾ ഓക്കെ, അതായത് ഇവിടെ സിസ്റ്റം പറയും ഇത് പോസ്റ്റിംഗ് ഈസ് ഓൺലി പോസിബിൾ വിത്ത് 0 ബാലൻസ്, ഡോക്യുമെന്റ് കറക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും സിസ്റ്റം മെസ്സേജ് തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവിടെ നമുക്കുള്ള ഒരു ഓപ്ഷനാണ് പാർക്ക് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ പാർക്ക് ഡോക്യുമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെമ്പററി ഈ ഒരു അവസ്ഥയിൽ വെച്ചിട്ട് ഡോക്യുമെന്റ് സേവ് ചെയ്യും. അതായത് ഇപ്പോ നെക്സ്റ്റ് എക്സ്ട്രാ വരുന്ന താഴെ വരുന്ന അക്കൗണ്ട് ഏതാണെന്ന് നമുക്ക് കൺഫ്യൂഷൻ. അപ്പൊ നമ്മളൊരു കമ്പനിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് സീനിയർ ആയിട്ടുള്ള വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഇത് പോയിട്ട് കറക്റ്റ് ചെയ്തിട്ട് വെക്കും. ഓക്കെ, അപ്പോ പാർക്ക് ചെയ്യുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു പാർക്ക് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, നമുക്ക് വരുന്ന മെസ്സേജ് ഇങ്ങനെ ആയിരിക്കും. ഡോക്യുമെന്റ് 4 വാസ് പാർക്ഡ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് മെസ്സേജ് വരുന്നത്. അതായത് ഒരു ഡോക്യുമെന്റ് നമ്പർ നമുക്ക് കിട്ടും, പക്ഷെ അത് പാർക്ക് ചെയ്തു എന്നുള്ള രീതി, സേവ്ഡ് എന്നുള്ള രീതി ആയിരിക്കില്ല പാർക്ക് ചെയ്തു. അതിപ്പോ താൽക്കാലികമായിട്ടൊരു
ഇൻകംപ്ലീറ്റ് ഡോക്യുമെന്റ് സേവ് ചെയ്യാനായിട്ടാണ് ഈ പാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് 3 അല്ലായിരുന്നു. ഡോക്യുമെന്റ് 4 ആയിരിക്കും. ഓക്കെ, അതായത് ആ ഡോക്യുമെന്റ് നമുക്ക് പിന്നീട് വേണമെങ്കിൽ പോയി എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് അതായത് ഇവിടെ നിന്ന് നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്ന പോസ്റ്റിംഗ് ഏതാണ്, അതായത് ഇനിയിപ്പോ നെക്സ്റ്റ് ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ ആയിരിക്കും വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കിത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പിന്നീട്, അതായത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ജേണൽ എൻട്രി ആണ് സേവ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് താൽക്കാലികമായിട്ട് പാർക്ക് ചെയ്തിട്ട് പിന്നീട് പോയിട്ട് സേവ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനെയാണ് പാർക്ക് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഡോക്യുമെന്റിൽ എന്തെങ്കിലും ഒരു എറർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് ഹോൾഡ് അല്ലെങ്കിൽ ഹെൽഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് FICO ചെയ്യുമ്പോൾ അങ്ങനെ വരാറില്ല. ഇപ്പൊ ചില മൊഡ്യൂളിൽ ഇപ്പൊ ഈ MM-ലൊക്കെ പോകുമ്പോ ഓക്കെ അതിലുണ്ട് ഇതേപോലെ തന്നെ ഹോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഉള്ളത്. സെയിം പർപ്പസ് തന്നെ, അതായത് ഇപ്പൊ നമ്മളുടെ ഡോക്യുമെന്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, മിസ്സിംഗ് ഉണ്ട്, താൽക്കാലികമായിട്ടൊന്ന് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ ഹോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ള സോഫ്റ്റ്വെയറിലൊക്കെ നമ്മളത് എന്താണ്, എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ നമ്മളത് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് പോകേണ്ടി വരും. ഇതില് ഇങ്ങനെ താൽക്കാലികമായിട്ടൊന്ന് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് എന്ന് മാത്രം. ഇപ്പൊ ജേണൽ എൻട്രിയുടെ കൂടെ അതും കൂടി ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ഒരു റെക്കറിംഗ് ഡോക്യുമെന്റ് പറയാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് സിറ്റുവേഷൻ പറഞ്ഞിട്ട് ചെയ്യാം. നമുക്ക് ഇതിന്റെ ഒരു രണ്ട് സിറ്റുവേഷൻസ് പറയാം. അതായത് എക്രൂവൽ ആൻഡ് ഡെഫറൽ ട്രാൻസാക്ഷൻസ് നിങ്ങൾ അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇനി അഫ്സല് ചിലപ്പോൾ എവിടെയെങ്കിലും ഇത് കേട്ടിട്ടുണ്ടാവും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ തിയറി ക്ലാസ് രാവിലെ ഇപ്പൊ 8:30 നടക്കുന്നുണ്ട്, അതിന്റെ റെക്കോർഡിംഗ് ഞാൻ അയച്ചു തരാം, ഒന്ന് കണ്ടു നോക്കാം, കുറച്ചും കൂടി മനസ്സിലാവും. അതായത് അക്കൗണ്ടിങ്ങിലുള്ള കുറെ കാര്യങ്ങളാണ് ഇയറിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. അതിലുള്ളൊരു കൺസെപ്റ്റ് ആണ് എക്രൂഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്കിനി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം അതാണ്. Accrual and deferral transactions. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ എക്സ്പെൻസുകൾ ഉണ്ടാവും, എല്ലാ എക്സ്പെൻസും നമ്മൾ കൊടുത്തു തീർക്കണം എന്നില്ല. അതാണ് ഇതിന്റെ പുറകുള്ള ലോജിക്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്രൂഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നുള്ള സിറ്റുവേഷൻ ആണ് നമ്മൾ ആദ്യം ഇതിൽ പറയാൻ പോകുന്നത്. ഓക്കെ, എക്രൂഡ് എക്സ്പെൻസ്. ഇനി ഇതിലിപ്പോ നമ്മൾക്ക് റെക്കോർഡ് ചെയ്യേണ്ട ജേണൽ എൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെയ്യേണ്ട ടാസ്ക് സാലറി ഓഫ് ₹10,000 is unpaid. ഓക്കെ, ഒരു 10,000 രൂപ സാലറി അൺപെയ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതായത് എക്സ്പെൻസ് ഉണ്ടായി, അത് അടച്ചിട്ടില്ല. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോ വരുന്ന ജേണൽ എൻട്രി ഇതായിരിക്കും: സാലറി 10,000 ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി.
10,000. ഇതാണ് ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ കമ്പനിയിൽ സാലറി എന്നുള്ള അക്കൗണ്ട് വേണം, ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നുള്ള അക്കൗണ്ടും വേണം. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ ആണ് ചെയ്യേണ്ടത്. പ്രൊസീജർ എന്ന് എഴുതാം. ഫസ്റ്റ് സാലറി എക്സ്പെൻസ് ലെഡ്ജർ ഉണ്ടാകും. ചിലപ്പോൾ ഓൾറെഡി ഉണ്ടാവും സാലറി എക്സ്പെൻസ് ലെഡ്ജർ. ഉണ്ടെങ്കിൽ പോയി ക്രിയേറ്റ് ചെയ്യണ്ട, ഇല്ലെങ്കിൽ മാത്രം പോയി ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോ FS000. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ സാലറി എക്സ്പെൻസ് ലെഡ്ജർ ഉണ്ടാക്കാൻ പോവുകയാണ്. FS00 വന്നിട്ടുള്ളത്. ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ. ഓൾറെഡി അങ്ങനെ ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് പോയി വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം നമ്മൾ കുറെ അക്കൗണ്ടുകൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ വീണ്ടും പോയി ക്രിയേറ്റ് ചെയ്യണ്ട, ഇല്ലെങ്കിൽ മാത്രം പോയി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഔട്ട്സ്റ്റാൻഡിങ്, ഓക്കെ, ഈ സിറ്റുവേഷൻ ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ലെഡ്ജർ. ഓക്കെ. ഇനി ഔട്ട്സ്റ്റാൻഡിങ് സാലറി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് അണ്ടർ കറണ്ട് ലയബിലിറ്റി ആണ്. കാരണം എക്സ്പെൻസ് ഉണ്ടായി അടച്ചില്ലെങ്കിൽ അത് നമുക്ക് ബാധ്യതയാണ്. കമ്പനിയിൽ ബാധ്യത തിരിച്ചു കൊടുക്കണം, ബാധ്യത. സോ കറണ്ട് ലയബിലിറ്റി ഗ്രൂപ്പ് ഒന്ന് കണ്ടുപിടിക്കാം. അതിലൊരു ലോൺ ഫ്രം SBI എന്ന് പറയുന്ന അക്കൗണ്ട് കിടപ്പുണ്ട്. ഒന്നില്ലെങ്കിൽ അതിന്റെ കോപ്പി തന്നെ എടുക്കാം, അല്ലെങ്കിൽ വീണ്ടും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുക. തൽക്കാലം ഞാൻ ജസ്റ്റ് കോപ്പി എടുക്കുകയാണ്. 3501 എന്നുള്ള അക്കൗണ്ട് ഉണ്ട്. 3502 എന്നുള്ള പേരിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നുള്ള പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കിയാണ്. ഇനി ഈ ഒരു സിറ്റുവേഷനിൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഫസ്റ്റ് പേജിൽ വ്യത്യാസമൊന്നുമില്ല. പേര് കൊടുക്കുന്നു, അക്കൗണ്ട് ഗ്രൂപ്പ് ബാധ്യത, ബാലൻസ് ഷീറ്റിലാണ് ബാധ്യതകൾ വരുന്നത്, ഗ്രൂപ്പ് അക്കൗണ്ട് നമ്പർ, ബാധ്യത, ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇനി കൺട്രോൾ ഡാറ്റയിൽ പോകുമ്പോൾ ഇവിടെയുള്ള വ്യത്യാസം, ഈ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ്, അതൊന്ന് ടിക്കാക്കി വെക്കണം. ഇതൊരു ഡിഫറൻസ് ആണ്. സാധാരണ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുന്ന പോലെയല്ല, ഇങ്ങനെയുള്ള അക്രൂവൽ എക്സ്പെൻസുകളുടെ അക്കൗണ്ടുകൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം ഒന്ന് ടിക്കാക്കി കൊടുക്കണം. ഇത് ടിക്കാക്കി കൊടുക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്താന്നുള്ളത് നമുക്ക് റിപ്പോർട്ട് എടുക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ചെക്ക് ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ്, ഇതില് ഈ ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ടിക്കാക്കി കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പും ആഡ് ചെയ്ത് കൊടുത്തു. സേവ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ക്രിയേറ്റ് ആയി. സേവ്. ഓക്കെ, നെക്സ്റ്റ് രണ്ട് അക്കൗണ്ട് ഉണ്ടാക്കി. നേരത്തെ ഇതുപോലെ ജേണൽ എൻട്രി ഇനി പോസ്റ്റ് ചെയ്താൽ മതി. ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ F-02 വരെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഡ്യൂ എൻട്രി പോസ്റ്റിംഗ്. ഇനി ഡ്യൂ എൻട്രി പോസ്റ്റിംഗ് ചെയ്യുമ്പോഴും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. സാധാരണ F-02 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് കുറച്ചും കൂടി നല്ലത്. ഡേറ്റ് കൊടുത്തു, റെഫറൻസ് കൊടുക്കണമെന്ന് ഇപ്പൊ റിക്വയർഡ് ആക്കി ആരും ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് കൊടുക്കാം.
സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ഇനി പോസ്റ്റിംഗ് കീയിൽ ഇവിടെ 40-ൽ വരുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് സാലറി എന്ന് പറഞ്ഞ അക്കൗണ്ട് ആയിരിക്കും. സാലറി. ഓക്കെ. ഓക്കെ, അപ്പോ ഡെബിറ്റില് സാലറി അക്കൗണ്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് എന്റർ കീ പ്ലസ് എന്റർ. എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എമൗണ്ട് 10,000. 10,000. 10,000. ഇനി നറേഷൻ സാലറി അൺപെയ്ഡ് എന്നോ അല്ലെങ്കിൽ സാലറി ഡ്യൂ എന്നോ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന പോസ്റ്റിംഗ് കീ എന്ന് പറയുന്നത് 50 ആണ്. പോസ്റ്റിംഗ് കീ 50-ല് ക്രെഡിറ്റ് എൻട്രി വെക്കാം. അക്കൗണ്ട് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞ അക്കൗണ്ട് വെക്കാം. ഓക്കെ, ഇവിടെ കിടപ്പുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് വെച്ചു. അപ്പോൾ ഇതാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എന്റർ കീ പ്രസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ എമൗണ്ടും നറേഷനും കോപ്പി ചെയ്യാനായിട്ട് സ്റ്റാറും പ്ലസും ആഡ് ചെയ്യാം. സേവ് ചെയ്യാം. ഓക്കെ, സ്ക്രീൻ സേവ് ആയി. ട്രാൻസാക്ഷൻ പോസ്റ്റഡ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്ത് നോക്കേണ്ടത് റിപ്പോർട്ട് ഒന്ന് എടുത്തു നോക്കാം. റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും എടുത്തു നോക്കണം എന്നില്ല. നമുക്കിപ്പോ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാലറിയുടെ റിപ്പോർട്ട് മാത്രം ഒന്ന് എടുത്തു നോക്കിയാൽ മതി. കോഡ് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. 3502 ആയിരിക്കണം. പക്ഷെ തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് തരും കുറെ. ഒന്ന് പ്രോസസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നുള്ള അക്കൗണ്ട് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റിപ്പോർട്ട് കാണാം. ഓക്കെ, അപ്പോ ഈ റിപ്പോർട്ടിൽ ഉള്ള ഒരു എക്സ്ട്രാ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഒരു റെഡ് സിമ്പിൾ അവിടെ കിടപ്പുണ്ടാവും. ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വേറൊരു ലെക്ചറും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. 350 കൂടെ 2501 കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, സാധാരണ ഒരു ലെഡ്ജർ റിപ്പോർട്ടിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ടിക്ക് ആയിരിക്കും. അതായത് അത് പോസ്റ്റഡ് ആണ്, പോസ്റ്റഡ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളിങ്ങനെ കാണുന്നത്. പക്ഷെ ഇതാണെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ എന്നുള്ള രീതിയിൽ ടിക്കായിട്ട് കിടക്കും. ഇതെന്തുകൊണ്ടാണ് ഈ ടിക്ക് മാർക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതല്ല, ഇത് ഈ ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് ഈ സംഭവം. ഓക്കെ, ഇത് ടിക്ക് ചെയ്യാൻ പറഞ്ഞത്, ഇത് ടിക്ക് ചെയ്താൽ മാത്രമേ റിപ്പോർട്ടിൽ ഇതേപോലെ റെഡ് കളറിൽ വരൂ. ഓക്കെ, അപ്പൊ അത് മിസ്സിംഗ് ആണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഒന്ന് എഡിറ്റ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് ഇപ്പൊ ആദ്യമേ ടിക്ക് ചെയ്ത് കൊടുത്തില്ലാതെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്ക്രീൻഷോട്ട് നോക്കിയിട്ട് ചെയ്തു പോവാം.
കാരണം ചില മിസ്റ്റേക്കുകൾ നമുക്ക് പിന്നീട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നീട് ആ ലെഡ്ജറിനെ പോയി ഡിലീറ്റ് ചെയ്യണം. അതായത് ഇത് റെഡ് ഇങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നുള്ള സൊല്യൂഷൻ ഈ ജേണൽ എൻട്രി ആദ്യം പോയി റിവേഴ്സ് ചെയ്യണം ഒരെണ്ണം, പിന്നെ ഈ ലെഡ്ജർ പോയി ഡിലീറ്റ് ചെയ്യണം രണ്ടാമത്തെ. ലെഡ്ജർ ഡിലീറ്റ് ചെയ്യാനായിട്ട് SAP-ൽ 3 സ്റ്റെപ്പ് ഉണ്ട്, ഓക്കെ, അതും ഒരു പ്രശ്നമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ജേണൽ എൻട്രി കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ കുറെ പണിയാണ് ഡിലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ചെയ്യുമ്പോൾ ഒന്ന് ഏകദേശം കറക്റ്റ് ആയിട്ട് ചെയ്യാം, ടിക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കുക, അതാണ് സ്ക്രീൻഷോട്ട് നോക്കിയിട്ട് മാക്സിമം ചെയ്യാം. ഓക്കെ, അപ്പോൾ റെഡ് കളറിൽ റെഡ് ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. You can see a red indicator indicating unpaid amount. അടക്കാത്ത എമൗണ്ട് ആയതുകൊണ്ടാണ് അതിങ്ങനെ റെഡില് കിടക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഓക്കെ, ആ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യണമെന്ന് വിചാരിക്കാം, പൈസ കൊടുക്കണം. ഓക്കെ, ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുമ്പോൾ പക്ഷെ ഒരു വ്യത്യാസമുള്ളത് F-07 എന്നുള്ളൊരു ടീ കോഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഈ F-07 പകരം F-02 ഇട്ട് ചെയ്യാം, പക്ഷെ അതിലിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡ് കളർ മാറി ഗ്രീൻ ആവില്ല. അപ്പോ ഈ ഒരു F-07 ഇട്ട് ചെയ്യുമ്പോൾ ജേണൽ എൻട്രിയും റെക്കോർഡ് ആവും, പിന്നെ ഈ റെഡ് മാറി ഗ്രീൻ ആവുന്ന കാര്യം കൂടി ആ ഒരു ടീ കോഡിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ടീ കോഡ് മാറിപ്പോകരുത്. ഇവിടെ F-07 ഇട്ടിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഈ F-07 F-02 പോലെ തന്നെ ഉണ്ടോ? F-07 അല്ല, ചെറിയ കുറച്ച് വ്യത്യാസമുണ്ട് അലൈൻമെന്റ്. ഏകദേശം സെയിം സംഭവങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. അതായത് ഡേറ്റ് കൊടുക്കുന്നു, റെഫറൻസ് അല്ല റെഫറൻസ് ഇവിടെ റിക്വയർഡ് ആയിരിക്കും, റെഫറൻസ് കൊടുത്തു, ഡോക്യുമെന്റ് നമ്പർ, സാലറി, ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെന്റ് എന്ന് കൊടുത്തു. ഓക്കെ, പിന്നെ ഇതിലൊരു എക്സ്ട്രാ ഒരു ഫീൽഡ് ആയിരിക്കും ക്ലിയറിംഗ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഡ് മാറ്റി ഗ്രീൻ ആക്കുന്ന ആക്ടിവിറ്റിനെയാണ് ക്ലിയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു നറേഷൻ സിസ്റ്റം ചോദിക്കും, അതും ഒന്ന് കൊടുക്കാം. എമൗണ്ടില് എത്രയാണ് പേ ചെയ്യുന്നത്? 10,000 ആണ് പേ ചെയ്യേണ്ടായിരുന്നത്, 10,000 പേ ചെയ്യുന്നു. സോറി, അക്കൗണ്ട് അല്ല, എമൗണ്ടിൽ 10,000. അക്കൗണ്ടില് നമ്മൾ പേ ചെയ്യുന്നത് ക്യാഷ് വഴിയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. പിന്നെ അതിലും നറേഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെയും അക്കൗണ്ട് എന്നുള്ളൊരു ഫീൽഡ് കിടപ്പുണ്ട്. ആ അക്കൗണ്ടില് ഓക്കെ, അതായത് ഇപ്പോ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ അക്കൗണ്ട് ആണ്. അതായത് മുകളിൽ ബാങ്ക് ഡാറ്റയിലെ അക്കൗണ്ട്, ബാങ്ക് ഡാറ്റയിലെ അക്കൗണ്ട് എന്ന് പറയുന്നത് പേയ്മെന്റ് മോഡാണ്, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. താഴെയുള്ള ഓപ്പൺ ഐറ്റം സെലക്ഷൻ എന്ന് പറയുന്നതിലെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാലറി, അതിലാണ് നമ്മുടെ ബാധ്യത ഇരിക്കുന്നത്, റെഡ് കളറിൽ കിടക്കുന്നത് അതാണ്. സോ ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാലറി സെലക്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളുള്ളൂ മെയിനായിട്ട്. Okay, under bank data, specify cash ledger and under open item selection, specify outstanding salary ledger. Okay. ഓപ്പൺ ഐറ്റം സെലക്ഷനിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്ന ലെഡ്ജർ കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ പ്രോസസ് ഓപ്പൺ ഐറ്റം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബിൽ വൈസ് ഉള്ള ഒരു റിപ്പോർട്ടിലേക്കും കൂടി പോകും. ജസ്റ്റ് അതൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ
ഇവിടെ ഡോക്യുമെന്റ് ടൈപ്പ് ഇവിടെ KZ എന്നാണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് SA നോക്കാം. അതായത് SA എന്ന് പറയുന്ന ഡോക്യുമെന്റ് ടൈപ്പിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പേജ് നമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന SA എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റിലാണ്. അപ്പോൾ KZ എന്ന് പറയുന്ന ഡോക്യുമെന്റ് ടൈപ്പ് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ ഒന്ന് ഫിൽഡ് ആയിട്ട് കിടക്കും. അതൊന്ന് മാറ്റി ഇത് SA എന്നാക്കാം. ഓക്കെ, SA ആക്കിയിട്ട് പിന്നെ പ്രോസസ് ഓപ്പൺ ഐറ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കൊരു എറർ വരികയാണെങ്കിൽ അത് KZ എന്നുള്ള മാറ്റിയിട്ട് ഒന്ന് SA ആക്കിയാൽ മതി. അതിലാണ് പേജ് നമ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം പറയും 10,000 രൂപയാണ് കൊടുക്കാനുള്ളത്. എമൗണ്ട് എൻറ്റേഡ് 10,000, അത് ബില്ലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടിലേക്ക് അസൈൻ ചെയ്തതും 10,000 എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, ചേഞ്ച് ഡോക്യുമെന്റ് ടൈപ്പ് SA ആക്കിയിട്ട് ഓപ്പൺ ഐറ്റംസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, സ്ക്രീൻ സേവ് ആയി. ഡോക്യുമെന്റ് പോസ്റ്റ് എന്നുള്ള മെസ്സേജ് വരും. ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും റിപ്പോർട്ട് ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, FPL3 ഇപ്പോൾ ഓൾറെഡി എടുത്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യണം. ഓക്കെ, അപ്പോ റിഫ്രഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ കാണുന്നില്ല. കാരണം 3502 FPL3N എടുക്കുമ്പോൾ ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഓപ്പൺ ഐറ്റം ഉണ്ട്, ക്ലിയർഡ് ഐറ്റം ഉണ്ട്, ഓൾ ഐറ്റം ഉണ്ട്. 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇപ്പൊ ഓപ്പൺ ഐറ്റം കൊടുത്ത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ആ ഒരു ക്യാഷിന്റെ കാര്യം മാത്രം കാണുന്നു. ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഇപ്പൊ കാണുന്നില്ല. ഇനിയിപ്പോ ക്യാഷ് കംപ്ലീറ്റ് കളഞ്ഞിട്ട് ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി മാത്രം ഇപ്പൊ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സിസ്റ്റം പറയും നോ ഐറ്റം സെലക്ടഡ് എന്നുള്ള റിസൾട്ട് ആയിരിക്കും. അതായത് ഒന്നും ഡിസ്പ്ലേ ചെയ്യാനില്ല എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഇപ്പോൾ ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാലറി ക്ലിയർ ആക്കി. അതായത് സ്റ്റാറ്റസ് ഇപ്പൊ റെഡ് എന്ന് മാറി ഗ്രീൻ ആയിട്ടുണ്ടാവും. സോ ഒന്നില്ലെങ്കിൽ ക്ലിയർഡ് ഐറ്റം അല്ലെങ്കിൽ ഓൾ ഐറ്റം ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. തിയററ്റിക്കലി ഇവിടെ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ക്ലിയർഡ് ഐറ്റം ആണ്. ഓൾ ഐറ്റം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. അതായത് ഓപ്പണും റെഡും ഗ്രീനും ടിക്കും എല്ലാം കാണാൻ പറ്റും. ഇവിടെ ഇപ്പൊ ക്ലിയർഡ് ഐറ്റം കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. Choose cleared items and execute. Okay, cleared items കൊടുക്കുക, execute ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതായിരിക്കും റിസൾട്ട്. ഇപ്പൊ സ്റ്റാറ്റസ് മാറി ഗ്രീൻ ആയിട്ടുണ്ടാവും, ഇൻഡിക്കേറ്റിംഗ് ആ ഒരു എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ക്ലിയർ ആക്കി. ഇപ്പൊ സ്റ്റാറ്റസ് ഗ്രീൻ ആയിരിക്കും. ഇന്നിപ്പോ ഈ ഒരു കാര്യം മാത്രം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമ്മളപ്പോൾ അക്രൂവൽ ആൻഡ് ഡെഫറലിന്റെ ഫസ്റ്റ് സിറ്റുവേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ആ ഒരു FB50 ഒന്ന് ചെയ്ത് നോക്കി. അപ്പൊ ഇതിൽ ആ സ്ക്രീൻഷോട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പൊ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. ആകെ രണ്ടോ മൂന്നോ ട്രാൻസാക്ഷൻ എക്സ്ട്രാ ചെയ്തിട്ടുള്ളൂ, പിന്നെ ഒരു റിവേഴ്സൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം സമയം പോലെ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം.